മോനെ യോയോ യാരനെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗായ്സ്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ആരല്ലേ നോക്ക്, ഞാര പോലെ ചിക്കി അവിടെ അവിടെ ചുണ്ടരിയാടാ, എനിക്ക് വാ. അപ്പൊ യാരവിടെ എണീച്ച് കഴിഞ്ഞാല് യാരന്റെ പണി എന്താ വെച്ചാല് ഈ ലൈറ്റിനോട് യാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യണത്. എന്താ പറഞ്ഞത്? ആറ്റംവർക്ക് യാരനോട് എന്താ പറഞ്ഞത്? സുഖാണോ അവന്? അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് യാരന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. വല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. എല്ലാരോടും ഡേ ഇൻ മൈ ലൈഫിലേക്ക് വരാൻ പറയും. ഇന്ന് യാരന്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ് അല്ലേ? ആ താടി തട്ടിട്ടാണ് കരിയണേ. എന്തിനാ താടി തട്ടിച്ചിട്ട് ഓളെ വെറുപ്പിക്കണം? അതാ ഉണ്ടണ്ട. വെറുപ്പിക്കല കോഴിപ്പേര് ഇഷ്ട. ചവിട്ടണോ കൂട്ടി ഇതുവരെ എങ്ങനെ ചവിട്ടണേ കാണല്ലേ. ഓമന തിങ്കൾ കിടാവോ നല്ല അമര കോമള പൂവോ മൊട്ടെ. ഞാൻ അടുത്ത ബൊമ്മ ഉണ്ടാക്കാൻ പോണത് കോയിന്റെ സൗണ്ട്. അപ്പൊ രാവിലെ തന്നെ എണീച്ചു വന്നപ്പം ഇവിടെ മമ്മിക്ക് ഒരു വാച്ച് സർപ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ക്യാമറാമാന്റെ വക നല്ല ഗോൾഡൻ വാച്ച്, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ളൊരു വാച്ച് മമ്മിക്ക് കിട്ടിക്കണേ. നമുക്ക് മമ്മിക്കരെ കൊടുക്കാം. വാച്ചുണ്ട ഒരു വാച്ചില്ലേ അതുപോലെ നല്ല രസമുണ്ട്. കയ്യിലേക്ക് ചേരുന്നുണ്ടോ? ചേരുന്ന വാച്ച് തന്നെ വാങ്ങി നമ്മക്ക് പറ്റിയ വാച്ച്. റോസ് ഗോൾഡ് അല്ലേ കളറ്? മമ്മിക്ക് പറ്റിയ വാച്ച് തന്നെ. രാവിലെ തന്നെ ഞാൻ കണിയായിട്ട് കണ്ടത് മമ്മീന്റെ വാച്ചാണ്. ഇത് യാരന്റെ ഡേ ഇൻ മൈ ലൈഫ് ആണോ? പക്ഷെ ഇതിന്റെ ഒരു സീക്രട്ട് സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദിസ് ഇസ് നെയ്യ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നെയ്യിനെ. അപ്പൊ നമുക്ക് നെയ്യ് തുറക്കാം. ഞാനിപ്പോ വെറും വയറ്റിൽ എണീറ്റ് വന്നല്ലേ. അപ്പൊ നമ്മളെ വെറും വയറ്റില് നെയ്യ്, ഇത് ഈ സെലിബ്സ് ഒക്കെ യൂസ് ചെയ്യണതാണ്. ഇത് ഒരു സ്പൂണ് കഴിക്കുക. ഒരു വലിയ സ്പൂൺ കഴിക്കണം എന്നാണ്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, നല്ലൊരു നെയ്യുടെ ചൊയ ഉണ്ടാവും. നമ്മളെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മളെ ദഹന പ്രക്രിയകൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ നമുക്ക് നമ്മളെ ശരീരത്തിന് ഗ്ലോ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ചിയാ സീഡ്, ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തിട്ട് ഇതും ഇതിൻ്റെ കൂടെ കഴിക്കും. ഞാൻ ഇന്നലെ ഇത് വെള്ളത്തിൽ കുതിർത്തിടാൻ മറന്നുപോയി. ഇവനും സൂപ്പർ സാധനമാണ്. അപ്പോൾ ഗൈസ്, ഞാൻ യാരൻ എണ്ണ എത്താൻ വേണ്ടി ഇതാ ഈ ഷീറ്റിലും കിടത്തിന്. അതിന് പുറമെ ഓള് മറിയുമ്പോൾ മറ്റേ ഷീറ്റിലും കിടത്തിന്. ആ ഷീറ്റിലോള് കിടക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. കുറച്ച് നല്ല കട്ടിയുള്ള ഷീറ്റാണ്, അതുകൊണ്ട് തന്നെ മേലൊന്നും വേദന ആവില്ല. അപ്പം ഞാൻ എന്നും യൂസ് ചെയ്യണ ഓയിൽ ഐറാമീൻ്റെ റോസ് ഗ്ലോ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ജോജോബയോ എല്ലാ 3 ഫ്ലേവറിലായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്തത് ഇതാണ് റോസ് ഗ്ലോ പറഞ്ഞ സ്മെല്ലിൽ വരുന്നതാണ്. റോസ് പെറ്റൽസിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട് കേട്ടോ അതിന്. സൂപ്പറാണ്. ഞാൻ പിന്നെ യാരക്ക് പിന്നെ അതിനിടയിൽ വാക്സിൻ അടിച്ച് ജലദോഷം വന്നപ്പം പിന്നെ എണ്ണയൊക്കെ തേക്കൽ നിർത്തി. യെസ് ഗൈസ്, ബാക്ക് ടു നോർമലായി. യാറിൻ്റെ ജലദോഷമൊക്കെ മാറി. എണ്ണ തേച്ചാലോ മുത്തശ്ശി? ചിരിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശിക്ക്
എണ്ണ തേക്കണം എന്നാ പറഞ്ഞേ. അപ്പൊ നമ്മള് യാര ബേബിനെ എണ്ണ തേക്കാൻ വേണ്ടി പോവാണ്. യാര ബേബിക്ക് ഒരു നിമിഷം നിക്കാൻ വയ്യ. അതിന്റെ ഇടയ്ക്ക് മൂത്രം ഒഴിച്ചിന് വള വേണ്ടി പണി. അപ്പൊ ഈ യാര കമുകൽ ഈ ക്രോളിങ് തുടങ്ങിയതിന് ശേഷേ, ക്രോളിങ് പറയുമ്പോ ഇങ്ങനെ സൈഡ് ലൈൻ ഇങ്ങനെ മറയൽ തുടങ്ങിയതിന് ശേഷം വെച്ച നിൽക്കൂല, എപ്പത്തേക്കും മറിഞ്ഞാളും. ആ ഓ എന്നൊക്കെ പറയുന്നുണ്ട്. ഓളെന്നെ പറയണേ. കിടക്കുവാ. അപ്പൊ നമുക്ക് യാരനൊരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. സോറി, നമുക്ക് യാരനെ ഒന്ന് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. യാര എൻജോയ്. അപ്പൊ യാരനെ ഇതാ അവിടെ കടത്തിന് കുളിപ്പിക്കാൻ വേണ്ടി ഇതാ ബാത്തിൽ കടത്തിന്. യാരതാ കാലുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതെന്താണ് നിലത്തുനിന്ന് ഓരോന്ന് പെറുക്കിയിട്ട് കൈമല കൊട്ടിപ്പിച്ചു വന്നത്. യാര നമുക്ക് കുളിച്ചാലോ? വെള്ളം ഒഴിക്കാനിട്ട് ദേഷ്യം വരുന്നുണ്ട്. സന്തോഷായി എനിക്ക്. ആരാ കുളിക്കുന്നത്? ഓ യാരവിടെ നീരാട്ടും കഴിഞ്ഞ് ഇരിക്കാണ്. എന്താ മുണ്ട നീരാടി വെള്ളം നോക്കിയാ സൂപ്പർ അല്ലേ? ആരാ കഴിച്ചില്ലേ? അപ്പൊ ഡ്രസ് വാങ്ങി തരില്ല പപ്പ? ഡ്രസ് വാങ്ങി കൊടുക്കും. ഒരവ്വ അച്ഛക്ക് അപ്പക്ക് ഒരു അവ്വ അന്നേരം തരും. അവാ തന്നെ 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 കൊണ്ടേ ഡ്രസ് ഇട്ടെടുത്താ നമ്മള് പോവാ. ഓക്കേ. A few moments later. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. ബാഗൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, യാരിന്റെ ഡ്രസ് നോക്ക്. ഇത് ഡ്രസ് ഒരു ഉടുപ്പാണ് അല്ല ഇവ. അതിലേക്ക് ഒരു ബാഗ് ഉണ്ട് ഗൈസ് യാരക്ക്. ഇതിലെന്താ ടവലിലേക്ക് ഇടട്ടാ. ഈ ഡ്രസ് ഇട്ടിട്ട് യാറിനെ കാണാൻ എങ്ങനെയുണ്ടെന്ന് എല്ലാരും കമന്റ് ചെയ്യാ. നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്. അടിപൊളിയായിട്ടുണ്ട്. നമ്മള് യാർക്കൊരു ഔട്ടിങ് ആയിക്കോട്ടെ വെച്ച് എപ്പോഴും എനിക്ക് മാത്രം വാങ്ങിയാൽ മതി. എന്റെ മോൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കട്ടെ അല്ലേ? ഇപ്പോഴല്ലേ എനിക്ക് മേടിച്ചു തരാൻ പറ്റുള്ളൂ അല്ലേ? ആരും നമ്മൾ യാരവിടെ വൈബ് ചെയ്യുകയാണ്. എന്റെ വാച്ച് എങ്ങനെ പൊട്ടിക്കാം എന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇങ്ങനെ ഒരു മാന്തി പൊട്ടിക്കണ ഒരു ആളായിട്ട് മാറിയിട്ടുണ്ട് യാരപ്പോ. യെസ്, ഞാനവിടെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് കാർ സീറ്റ് ബാക്കിൽ ഉണ്ട്. അതിപ്പോ ലോങ് പോകുമ്പോ അതിൽ ഇരുന്നാൽ നല്ലോണം ഉറങ്ങും. ഇപ്പൊ ഇവിടെ അടുത്തേക്ക് ആയതുകൊണ്ട് ഇനിയിപ്പോ അതിൽ വെക്കണ്ട വിചാരിച്ച് മുന്നിൽ തന്നെ ഇരുത്താ വിചാരിച്ചു. സമ്മാനിക്കും. അപ്പൊ ഓളെ വി ഫോർ വിക്ടറിന്റെ ഒരു മുഖഭാവമാണ് ഇപ്പൊ യാര ചെയ്തോണ്ടിരിക്കണേ. എന്തായാലും ഓളെ പപ്പന്റെ കാറ് അതിന് സ്യൂട്ടബിൾ ആണ് തോന്നിയിട്ടുണ്ട്. യെസ്, അതിന് പറ്റിയൊരു എൻവിറോൺമെന്റ് ആണ് ഇത്. പപ്പക്ക് കാറ് സ്വർഗാണെങ്കിലും മോക്ക് അതൊരു കക്കൂസാണ്. അത് സെറ്റ്. എനിക്കും ആഗ്രഹം തന്നെയാണ്. ഇത് വലിയ നന്നാക്കണം എന്നൊന്നും ആഗ്രഹമല്ല. എന്താ വെച്ചാൽ വാസ്കാക്ക് വീട്ടിൽ തീരെ വൃത്തിയില്ല, കാറിൽ മാത്രം വൃത്തി. അങ്ങനെ പറ്റൂലല്ലോ. വൃത്തിയാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ അല്ലേ യാര? നല്ല ആകാശം അല്ലേ യാര? വരൂ മേഡം, ഇറങ്ങൂ. ടോയ് ഷോപ്പ് എത്തിയതാ. യാർക്ക് പറ്റിയ ടോയ്സ് ഒക്കെ ഉണ്ടാവും ഇവിടെ. ടോയ് ഷോപ്പ് എത്തിയപ്പോ യാര കുഞ്ഞ എണീച്ചിട്ടാ. ഇവിടെ ടോയ് ഷോപ്പിലെത്തി കൃത്യ എണീച്ചിട്ട് ശരിയാണ് തോന്നുന്നു. ടോയ്സ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നല്ല കളർഫുൾ അതിനെ കൊണ്ട് കുട്ടികളെ വേഗം എണീക്കും. നമുക്ക് പാർക്ക് പോയി എന്നിട്ട് പറ്റിക്കാം. യാരെ നോക്കണ്ടല്ലേ? കൊള്ളാമല്ലോ അല്ലേ യാര? രസം അന്നെ ഞാൻ ഇവ തൂക്കിയിടും. ബനാന വേണോ യാര?
കൊറേ സാധനം ഇത് കാണിച്ചു കൊടുത്ത ഈ സാധനം ഓണാക്കി വെച്ചു കൊടുത്ത ഇതൊക്കെ ഇപ്പൊ മുട്ടടും കാണണോ മുട്ടട് കട്ടെ കട്ടെ കൂടുതൽ മാറ്റം ആരും നോക്കിയിരിക്കണം കോഴിമുട്ട ഇട്ടുന്നു ലൈവാ ഗൈസ്. അപ്പൊ നമ്മളെ യാരക്ക് പറ്റിയ സാധനങ്ങളുണ്ട് അല്ലേ ഇവ കൊറേ സാധനങ്ങൾ കിട്ടിക്കണേ. മോനെ യോയോ യാരനെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പൊ ടോയ്സ് ഒക്കെ വാങ്ങി ഹാപ്പി ആയല്ലോ. ഈ അല്ല യാര മേടിച്ചാലോ. യാരക്ക് കുറച്ച് ടോയ്സ് ഒക്കെ നമ്മള് മേടിച്ചിട്ടുണ്ട് അല്ല ഇവ. വലിയ കുഴപ്പമില്ലാത്ത ചെറിയ ചെറിയ ടോയ്സാ മേടിച്ചത്. വീട്ടിലെത്തിരി കാണിച്ചു കേട്ടോ. ബാഗുട്ടി ഇറങ്ങിയത് ആരാ? ബാഗില് പൈസ ഉണ്ടോ? അമ്മക്ക് തരുമോ പൈസ? അമ്മക്ക് തരുമോ? ആരാ പാല് കുടിച്ചത്? ആരവിടെ തുപ്പല്? ഈ ആരന്റെ ടോയ്സ് ഒക്കെ നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അല്ല ഹിവ. അതെ ഫസ്റ്റ് തന്നെ നമ്മള് ബോളാണ് അൺബോക്സ് ചെയ്യുന്നത്. നല്ല കളർഫുൾ ബോളാണ് ഗൈസ്. ഇത് വലിയ ഹാർഡൊന്നുമല്ല, സോഫ്റ്റ് ആട്ടോ. അതിനൊക്കെ ആരൊക്കെ കളിക്കാനൊക്കെ സെറ്റ് ആണ്. അല്ല ഹാപ്പി വാ എന്താ ഹാപ്പി. ആ മുഖം നോക്കൂ നിങ്ങൾ. യാര് ബോള് പിടിച്ചാളാ. യാരൊക്കെ ബോള് കിട്ടി. ആ ഇനി അടുത്ത ഏതാ ഹിബ? അതെന്താ സാധനം? ടീച്ചറാണോ? ആ ടീത്തിൽ വെക്കണ സാധനം ഉണ്ട്. കാണിച്ചിട്ടെ യാരാ. ഇത് വായലിടാ കഴിക്കണോ ഫസ്റ്റ്? പല്ലിന് നല്ലതാ, ഉറപ്പ് വരും. ഇതൊക്കെ പുതിയ ടെക്നോളജിയാ തോന്നുന്നു. നമ്മള് ചെറുപ്പത്തിൽ ഇതൊന്നും ഇല്ലേനു. യാരൊക്കെ പുതിയ ടീച്ചർ ഉണ്ട് കേട്ടോ. യാരാ ഹാപ്പി ആയല്ലോ. വായിലിട്ടോ. അടുത്ത ടോയ്. വാ യാര് പുതിയ ടോയ്. യാരൊക്കെ പുതിയ ടോയ്. ആരോ നോക്കുന്നുണ്ട് കേട്ടോ. നോക്കി അവിടെ വെച്ചോ. നോക്കണോ ഗൈസ്? നോക്ക്. ദേഷ്യം പിടിച്ച്. ആ ഓക്കെ ഗൈസ്. അപ്പൊ ഇതായിരുന്നു മൂന്നാമത്തെ ടോയ് അല്ലേ. ഇതല്ല ലൈറ്റ് ഒക്കെ കത്തുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതാണ് അതിന്റെ കൊളയുടെ ഇത്. ആ ഇനി യാരക്ക് പപ്പന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം വരുന്നുണ്ട് കേട്ടോ. യാര ഇതാണ് നമ്മളെ മെഗാ ബമ്പർ സാധനം. ഇത് യാര അവിടെ നിന്ന് നോക്കിണ്ടല്ലോ വെള്ളം ഇറക്കിട്ട് വാങ്ങിയതാട്ടോ. എന്താക്കുവാ ഗൈസ്? നല്ല തുപ്പല് കളിയാട്ടോ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളെ ലാസ്റ്റ് ടോയ് ട്ടോ. ഇത് അടിപൊളിയാണ് അല്ലേ ഇവ? ഇതിങ്ങനെ തിരിയൊക്കെ ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. ആ അതല്ല ഇപ്പൊ വിട്. അതൊക്കെ യാര എടാ ഇത് ബാക്കോട്ടായി പോയിട്ട് വെച്ചത്. എങ്ങനെയുണ്ട് ഈ ടോയ്? അടിപൊളിയല്ലേ ഇവ? ഞാനൊരു പുതിയ ടോയ് കിട്ടില്ലെന്ന് പോയിട്ട് ആർക്ക് അല്ലേ? അതൊക്കെ ആര് നോക്ക്. എന്താണിത്? ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ എത്ര ടോയ്സ് ആയി. ഇനി ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ടോയ്സ് ഒക്കെ വാങ്ങിക്കൊണ്ടേ അപ്ഡേറ്റ് ചെയ്തോണ്ടേ നിക്കണം അല്ലേ ഇവ? എന്നാലും അവര് കരിയാണ്ടൊക്കെ നിക്കുള്ളൂ. പിടിച്ചു കേടാക്കി. ഒരു ദിവസം കൂടെ കേടാക്കുവോ? എന്താ മുഖം നോക്കിയാ പേടിച്ചുപോയി. പേടിക്കൊന്നും വേണ്ട, നമ്മളെ ടോയ് എന്താ.
അതെ ഒന്നും കൂടി പിടിച്ചോ പാടിച്ചോനെ അത് പിടിച്ച് കേടാക്കി കൈസ് ഇപ്പൊ തന്നെ. മോളെ 2 ദിവസമെങ്കിലും അത് അവിടെ നിന്നോട്ടെ. അതാ പിടിക്കുന്നതാ അതാ പിടിച്ച് മഞ്ഞ് പിടിച്ച് അയ്യോ പിടിച്ചാല് വിടൂല ഡബിള്. എന്താ ഇത് ആരാ അതിന്റെ ടോയ് അല്ലേ, അപ്പൊ എനിക്ക് പിടിക്കാൻ ഉണ്ടായിരുന്നത് വീഡിയോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യാറിന്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. യാറിന്റെ ക്ഷമക്ക് നശിച്ചത്. യെസ്, ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ തിരിച്ചു തന്നെയായിരിക്കും അല്ലേ. അതുവരെക്കും ബൈ ബൈ.